തയ്യാറാക്കാൻ പോകുന്നത് ഇഡലിക്കൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. നമ്മൾ സാധാരണ ഇഡലിക്കൊക്കെ സാമ്പാർ അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ മുളക് ചമ്മന്തി ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളി വെച്ചുള്ള നല്ല ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കും. വന്നു ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇടുകയാണ്. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം. വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 2 സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ സവാള നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ഇടുന്നത്? ഉപ്പ്. നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ആ ലൈക്ക് ബട്ടണും ആ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സവാള ഏകദേശം 3/4 ഭാഗത്തോളം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളിക്ക് ഇവിടെ ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/4 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് ചെറു തീയിലൊന്ന് വെന്തൊന്ന് കിട്ടണം. അത്രേ ഉള്ളൂ. രണ്ട് മിനിറ്റായി.
ഇത് നന്നായിട്ട് വെന്ത് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചട്നി ഇത് കൂട്ടി നമുക്ക് ഇഡലിയോ ദോശ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ് ഇഡലിയും ദോശയൊക്കെ കഴിക്കാൻ.